എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്. രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കൈക്കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം. വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ. അപ്പം ഇന്നലെ അവിടെ ചെന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നോക്കൂ, സജ്ന ഫിറോസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ രാവിലെ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടു എന്നറിയില്ല. ഞാൻ ആ വീഡിയോ ചെയ്യാനുണ്ടായ റീസൺ, സജ്നയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ സജ്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഫിറോസിന് അഗെയിൻസ്റ്റായിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ബേസിലാണ് ഞാൻ എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നീട് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നോക്കുന്ന സമയത്ത് സജ്നയുടെ ഒരു വീഡിയോ കൂടെ സജ്നയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇതിന് മുന്നേ സജ്ന ചെയ്തിട്ടുള്ള വീഡിയോ അതിൽ കാണുന്നില്ല. ആ വീഡിയോ അതിന് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം സജ്ന കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ, കുറച്ചും കൂടി കൂടുതൽ വെളിപ്പെടുത്തലുകൾ പുറത്ത് പറയുന്ന രീതിയിലുള്ള കുറച്ചും കൂടി കാര്യങ്ങൾ സജ്ന പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോയും കൂടി പുറത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ആ ഒരു വീഡിയോ ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ എത്ര പേര് ഈ ഒരു വിഷയത്തിൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടു എന്നുള്ളത് അറിയില്ല. ആദ്യത്തെ വീഡിയോയിലും സജ്ന ഫിറോസിന് അഗെയിൻസ്റ്റായിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, ബിഗ് ബോസ് അവരുടെ സീസൺ കണ്ടാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, ബിഗ് ബോസ് കണ്ടവർക്കറിയാം ഒരു കാര്യം ഷുവറാണ്. ഞാനത് നമുക്ക് കാണുന്ന സമയത്ത് ഫിറോസിൻ്റെ ക്യാരക്ടർ ഒരു ഭയങ്കര ചിമ്മിളിയും ഭയങ്കര അങ്ങനെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു ഫിറോസ് ബിഗ് ബോസിൽ. പക്ഷേ ഫിറോസ് ഇങ്ങനെയൊക്കെ ക്യാരക്ടർ അതിനുള്ളിൽ പ്രകടിപ്പിക്കുന്ന സമയത്തും കൺട്രോൾ ചെയ്തുകൊണ്ട് ഫിറോസിനെ കൺട്രോൾ ചെയ്ത് ഫിറോസിനെ ഒരു പിടുത്തം, നിങ്ങൾ ഉദ്ദേശിച്ചത് നല്ലൊരു രീതിയിൽ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാത്ത രീതിയിൽ പിടിച്ചു പോകുന്ന വളരെ സബ്മിസീവായിട്ടുള്ള ഒരു ലേഡി ആയിട്ടുള്ള സബ്മിസീവായിട്ടുള്ളൊരു വൈഫായിട്ടാണ് എനിക്ക് ഈ സജ്നയെ തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ അവരുടെ വീഡിയോ കണ്ട സമയത്ത് അവരുടെ ലൈഫിലുള്ള അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ സത്യം പറയാം, ഒരു പുരുഷൻ എന്നുള്ള കണ്ടീഷൻ തന്നെ എനിക്ക് അങ്ങേ അറ്റം ദേഷ്യം വന്നിരിക്കുന്ന സംഭവം. പ്രത്യേകിച്ച് എൻ്റെ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ പ്രേക്ഷകർ ഈ വിഷയങ്ങൾ അറിയുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഫിറോസിനെ എന്ത് ചെയ്യാൻ തോന്നുന്നു എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ കുറച്ച് ദിവസം മുന്നേ ഇപ്പോൾ കുറച്ചൊക്കെ ഈ പ്രസവ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, മറ്റേ ചങ്ങാതി പറഞ്ഞിട്ട്. നമുക്കൊരു സ്ത്രീ ഗർഭിണിയായിരിക്കുന്ന സിറ്റുവേഷൻ, സ്ത്രീ പ്രസവിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനിൽ അത്രത്തോളം വിഷമിച്ചിട്ട് ഒരു നൊന്ത് പ്രസവിച്ചൊരു കുഞ്ഞിന് ജന്മം നൽകി കിടക്കുന്ന ആ ഒരു സ്റ്റേജിൽ സ്വന്തം ഭർത്താവ് വേറെ അന്യ സ്ത്രീകളെ മറ്റുള്ള പരിപാടികളിലേക്ക് പോകുന്ന ഒരവസ്ഥ, അതറിയുന്ന ഒരവസ്ഥ എത്രത്തോളം ആ സ്ത്രീ അനുഭവിച്ചു എന്നുള്ളത് അവരുടെ വീഡിയോ കണ്ട സമയത്ത് എനിക്കിന്ന് മനസ്സിലായി. നിങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ ഞാൻ ബാക്കിയും കൂടി ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ പറയാം, അതിനുശേഷം റെലവൻ്റ് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ പ്ലേ ചെയ്യാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഫസ്റ്റ് ടൈമാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. നോക്കൂ, ഇവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആ സജ്നയുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി. ഏകദേശം 20 മിനിറ്റിൻ്റെ വീഡിയോ ആണ്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യം ഒരു വിവാഹം കഴിഞ്ഞു, ചെറിയ പ്രായത്തിലായിരുന്നു, ഡിവോഴ്സായി, അതിലൊരു പെൺകുഞ്ഞുണ്ട്. ആ കുട്ടി ഉള്ള സമയത്താണ് ഇവർ തമ്മിലൊരു മാസം സംസാരിച്ച് പ്രണയത്തിലായിട്ട് അങ്ങനെയാണ് ഇവർ കല്യാണം ആലോചിച്ചിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി ഫിറോസ് ഇവരുടെ വീട്ടിൽ കല്യാണം ആലോചിച്ച് വരുന്ന സമയത്ത് തന്നെ ഈ ആദ്യത്തെ കുട്ടിയെ നോക്കും എന്നുള്ളൊരു കണ്ടീഷനിലാണ് വരുന്നത്. അതൊരു സ്ത്രീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പല ആൾക്കാരും ചോദിക്കുമായിരിക്കാം എന്തിനാണ് കല്യാണം കഴിക്കാൻ നിന്നതെന്നൊക്കെ ചോദിക്കുമായിരിക്കാം. ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ആരും നശിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നല്ലല്ലോ ആരും ചെയ്യുന്നത്. അതായത് മറ്റേ കുട്ടിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ല ചെയ്യുന്നത്. എന്തായാലും അവരുടെ ലൈഫിൽ ഫിറോസിൻ്റെ അന്നത്തെ നല്ല സ്വഭാവം കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ഫിറോസിന് ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് കല്യാണം കഴിച്ചു പോയി. കല്യാണം കഴിക്കുമ്പോൾ തന്നെ ഇവർക്കുള്ള ഡിമാൻഡ് എന്ന് വെച്ചാൽ അവർക്ക് ആദ്യത്തെ കുട്ടിയും സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടായിരിക്കും. ആ പെൺകുട്ടിക്ക് ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ഈ ഒരു വ്യക്തി വേണം, അതിന് അച്ഛനില്ലാതെ ഈ കുട്ടി വളരരുത്, ഈ കുട്ടിക്ക് അച്ഛൻ വേണം എന്നുള്ള കണ്ടീഷനിലായിരിക്കണം ഡെഫിനറ്റ്ലി ഇവർ ഇയാളെ ലൈഫിലേക്ക് സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ ചങ്ങാതി ലൈഫിലേക്ക് വന്നു. നെക്സ്റ്റ് മൊമെൻറ്റ് ഇവൻ ചെയ്തത് ഇവരുടെ ആദ്യത്തെ പെൺകുട്ടിയെ തിരിഞ്ഞു നോക്കാത്ത സിറ്റുവേഷൻ വന്നു. തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രമല്ല, അവർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ അമ്മയ്ക്ക് സജ്നയ്ക്ക് ആ കുട്ടിയെ കാണാൻ പോലും സമ്മതിക്കാത്ത രീതിയിലാണ് ഇവൻ പെരുമാറിയിട്ടുള്ളത്. ഇതൊക്കെ അവരുടെ വീഡിയോയിൽ ഒന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ സമ്മതിച്ചില്ല, കുട്ടിയെ കാണാൻ സമ്മതിച്ചില്ല. അതൊക്കെ എത്രത്തോളം ആലോചിക്കും. ഒന്ന് പ്രസവിച്ചിട്ടുള്ള അമ്മയെ സ്വന്തം കുട്ടിയുടെ ഇതൊന്ന് അകറ്റുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
അതിവൻ ചെയ്തു. ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഇവരുടെ സജ്നയിലൊരു കുട്ടി വേണമെന്ന് പറഞ്ഞു. ആ കുട്ടി വേണമെന്ന് ആയ സമയത്ത് ഇവർ പറഞ്ഞു കുറച്ച് ഡിലേ കഴിഞ്ഞിട്ട് മതി, കാരണം ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞു. എന്നിട്ട് അവസാനം ഇവർ ഗർഭം ധരിക്കുന്നു. ഗർഭം ധരിച്ചിട്ട് ആ ഒരു പീരീഡ് അടക്കം, ആ പീരീഡും വളരെ മോശമായിരുന്നു. പക്ഷേ ഇവരൊക്കെ പറയുന്ന സമയത്തും ഇവർ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് തുള്ളി പോലും ഫിറോസിന് സംശയം ഉണ്ടായിരുന്നില്ല എന്ന്. ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടും ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പല ആൾക്കാരും കേൾക്കുന്നുണ്ടല്ലോ പല ആൾക്കാരെക്കുറിച്ചും. ഇത്രയൊക്കെയാണെങ്കിലും ഇവർക്ക് ഫിറോസിനെ കുറിച്ച് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, പരസ്ത്രീ വിഷയത്തിൽ യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ അങ്ങനെ വളരെ വിശ്വസിച്ച് ആ ഒരു ഭർത്താവിൻ്റെ കുട്ടിയും ചുമന്ന് അതിനെ പ്രസവിച്ച് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവർ എവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ജോലി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ടാബാണ് യൂസ് ചെയ്തിരുന്നത്. ആ ടാബിലേക്ക് ഏതൊരു കോൾ വരിക, ആ കോൾ വരുന്ന സിറ്റുവേഷനിൽ ആ കോളിലേക്ക് ഇവർ തിരിച്ചു വിളിക്കുന്നു. ആ റെക്കോർഡിംഗ് ഇവർ കേൾക്കുന്ന സമയത്ത് വളരെ മോശമായിട്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ മോശമായിട്ട് ഉള്ള, പറയാതിരിക്കാൻ വയ്യ, വളരെ വൃത്തികെട്ട രീതിയിൽ ഫിറോസും ആ ഒരു സ്ത്രീയുമായിട്ടുള്ള സംസാരം കേട്ടു. മാത്രമല്ല ഇതൊന്നിൽ ഒതുങ്ങിയിട്ടില്ല, പല സ്ത്രീകളുമായിട്ട് ഇവർക്ക് ഇയാൾക്ക് കണക്ഷൻസ് ഉണ്ട്. സീരിയസ്ലി ആ ഒരു റീസൺ കൊണ്ടാണ് ഇവർ പിരിഞ്ഞ് എന്നാണ് എനിക്കിതൊന്ന് മനസ്സിലാവുന്നത്. ആൾക്കാർ ഇതിൽ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്, മറ്റേ റസൂൽ പൂക്കുട്ടിയുമായിട്ട് എന്താണ് സ്ഥിതി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഷീ ഹസ് ഗോട്ട് ദി ഫ്രീഡം ടു ചൂസ് ഹെർ ലൈഫ്. അത് എവറിബഡി ഹസ് ഗോട്ട് ദ ഫ്രീഡം. ആ ഒരു ഫ്രീഡം അവർക്കുണ്ട്. ആ ഒറ്റ കാര്യം കൊണ്ടാണ് അവർ ഇപ്പോൾ ഈ ചങ്ങാതിരെ പരിപാടി കഴിഞ്ഞ് ഇവർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ ഷീ ഹസ് ഗോട്ട് ദ റൈറ്റ് ടു ലീവ്. അവർക്ക് അവരുടെ രീതിയിൽ ജീവിച്ചു പോകാനുള്ള റൈറ്റ് അവർക്കുണ്ട്. ഇത് ഇവർ സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മളിതിലൂടെ കാണുന്നത് എന്താ, സെപ്പറേറ്റഡായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന രണ്ടാൾക്കാരാണ്. പക്ഷേ ഇവൻ പിന്നെയും വന്നിട്ട് കുർമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കർമ്മ കുർമയായി. ഇപ്പോൾ ഇവർ ഈ സജ്നയുടെ വീഡിയോ കണ്ടെങ്കിൽ സജ്ന നേരെ പറയുന്നത് തന്നെ കർമ്മ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. കാരണം കഴിഞ്ഞ ഫിറോസിൻ്റെ വീഡിയോയിൽ കംപ്ലീറ്റ് കർമ്മയായിരുന്നു പറയണത്. ഇപ്പോൾ കർമ്മയായി കറക്റ്റായിട്ട്. ഇപ്പോൾ സാധനം തിരിച്ചടിക്കാൻ തുടങ്ങി. ഇവർ ലീഗലി ഒരു കേസ് ഫയൽ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷനും കൂടി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഞാൻ ഇതിൽ റെലവൻറ്റ് പോർഷൻസ് മാത്രം ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ഇവർ പറയുന്ന കേസ് സീരിയസ്ലി ഐ ക്യാൻ ഫീൽ ഹെർ സിറ്റുവേഷൻ. അവരുടെ ആ വിഷമം മനസ്സിലാവും. ഈ പിന്നെ പല പുരുഷന്മാർക്കും ഇതുപോലെയാണ്. എന്നുവെച്ചാൽ സ്ത്രീകൾ അവരുടെ ഡിസ്പോസലിന് വേണ്ടിയിട്ട് അറ്റ് ദെയർ ഡിസ്പോസൽ സ്ത്രീകൾ വീട്ടിൽ കുട്ടികളെ നോക്കി ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അവരവിടെ ഉണ്ടാവുക. പുരുഷന്മാർക്ക് എന്ത് പരിപാടിയും ചെയ്യാം. എപ്പോഴെങ്കിലും ഒരു സ്ത്രീ മനസ്സുകൊണ്ടോ എന്തെങ്കിലും ഇനിയിപ്പോൾ അത്രയും സഹിച്ചിട്ടെങ്കിലും ആ സ്ത്രീ വേറൊരു രീതിയിൽ എന്തെങ്കിലും ചിന്തിക്കുക സംഭവമാക്കി കഴിഞ്ഞാൽ ഉടനെ പ്രശ്നമായിട്ട് ഇറങ്ങി, കർമ്മയായിട്ട് ഇറങ്ങി, ഉടനെ പരിപാടികളായിട്ട് ഇറങ്ങി. ഇത് ഇവരൊന്നും പറയാതെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഇതിവനായിട്ട് എടുത്തു കൊണ്ടുവന്നിട്ടുള്ള സംഭവമാണ്. ഏതായാലും ഇപ്പോൾ സംഗതി തിരിച്ചടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീഡിയോയിലേക്ക് പോകാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. എന്ന് പറയുന്ന കാര്യം ഫിറോസിനെ ഇല്ലായിരുന്നു. ഒരു തരി പോലും ഫിറോസ് എങ്ങനെയാണെന്നോ ഫിറോസ് എന്താണ് ഒരു തരി പോലും എനിക്ക് ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഫിറോസിൻ്റെ ഫോണിൽ എനിക്ക് രാത്രിയായപ്പോൾ ഒരു വെപ്രാളം പോലെ, ഒരു ശ്വാസം മുട്ടൽ പോലെ, എനിക്കറിയത്തില്ല അതെന്താണെന്ന് ആ സിറ്റുവേഷൻസ്. സ്ത്രീകൾക്ക് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാവും. ഞാൻ എത്രത്തോളം പറഞ്ഞ് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്തായിരിക്കും ആ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം ഭർത്താവിൻ്റെ ഭാഗത്ത് പിടിക്കുന്ന സമയത്ത് ഭൂമി പിളർന്നു പോവുക, എന്താ പറയുക, ഇല്ലാതാവുക, ഉരുകി പോവുക, ശ്വാസം മുട്ടൽ, എന്താ അനുഭവപ്പെടുക എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അത് ഊഹിക്കാൻ ഒരുപക്ഷെ സ്ത്രീകൾക്കൊന്നും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. അനുഭവിച്ചവർക്ക് അറിയാമായിരിക്കും. ഒരു വെപ്രാളം പോലെ വന്നിട്ട് ഞാനൊരു 2 മണി സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞാനൊന്ന് ചുമ്മാ പുള്ളിയെ വിളിക്കുക, കോൾ വെയിറ്റിങ്. അപ്പോഴേ കട്ട് ചെയ്തിട്ട് എന്നെ തിരിച്ചു വിളിച്ചു. പക്ഷെ ആരെ ഈ സമയത്ത് അപ്പം ഞാൻ ചോദിക്കുക, സ്വാഭാവികമാണ്. ഇത് ഇവർ ഈ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം 3 മാസം അതുവരെ അവർക്ക് അവരുടെ ആദ്യത്തെ കല്യാണത്തിലുണ്ടായിട്ടുള്ള ആ കുട്ടിയെ കാണാനുള്ളൊരു ഫ്രീഡം ഇയാൾ കൊടുത്തിരുന്നില്ല, അനുമതി ഇയാൾ കൊടുത്തിരുന്നില്ല, ഇവൻ കൊടുത്തിരുന്നില്ല. ഇവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന ഒരു 3 മാസം അവർ പറഞ്ഞു ഷീ വാസ് വെരി ഹാപ്പി. കാരണം വെച്ചാൽ അവർ ആദ്യത്തെ കുട്ടിയും 2 കുട്ടികളുടെയും കൂടെ ജീവിക്കുകയെന്ന്. അതൊക്കെ ഇവരുടെ വീഡിയോ ഡയറക്റ്റായിട്ട് ആ ഒരു പോർഷൻ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ യു ക്യാൻ വെരി മച്ച് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ ഒരു സ്ത്രീയെ സംബന്ധിച്ച് ആ 2 കുട്ടികളാണ് അവരുടെ ലൈഫിൽ, ആ ഒരു കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു മൂമെൻ്റ് അവർ ചെറിഷ് ചെയ്തുകൊണ്ടാണ് അവർ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നിങ്ങൾ ആ ഇൻസ്റ്റാഗ്രാമിലെ ഒരു വീഡിയോ ആ ഒരു പോർഷൻ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആര് ഈ സമയത്ത് അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. ഓക്കെ, എൻ്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പിടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്,
ഒരു സംശയത്തിൻ്റെ എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിൻ്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിൻ്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാണ് വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞത് ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്, അല്ല ലണ്ടനിൽ നിന്നാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം. അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കെന്തോ സംശയം തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് നിനക്ക് സംശയം, നീ എന്താ ഇങ്ങനെ കാണിക്കുന്നത്, നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാണ് ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിൻ്റെ കാര്യങ്ങളെല്ലാം എനിക്കറിയാമെന്നില്ലേ, റിക്കവർ ചെയ്തെടുത്ത് ഞാൻ ആ സമയത്തും ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെൻ്റെ തെറ്റിദ്ധാരണയായിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു, വാണ്ടാന്നെല്ലാം പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ അനുഭവിച്ച സ്ത്രീകൾക്ക് മനസ്സിലാവട്ടോ ഈ ഒരു സിറ്റുവേഷൻ. എക്സാക്റ്റായിട്ട് ഇത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും ഏത് രീതിയിലാണ് ഇവർ റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതും. ഇവർ ചോദിക്കുന്ന സമയത്ത് വിഷയം മാത്രമായിരിക്കണേ റബ്ബേ, ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എൻ്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഫസ്റ്റ് ലൈഫ് ഇങ്ങനെ, അതിലൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെ, അതിനകത്ത് ഒരു കുഞ്ഞ്, 3 മാസമുള്ളൊരു കുഞ്ഞ്. കേൾക്കുന്ന വാക്കുകൾ ഒരു പെണ്ണുമായിട്ടുള്ള സെക്ഷൽ സംസാരങ്ങൾ മാത്രം, വൃത്തികെട്ട ടോപ്പിക്. ഇന്നലെ ഞാൻ വന്നതുപോലെ, അപ്പം ഇന്നലെ അവിടെ ചെന്നും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്ക് പറയാൻ ഭയങ്കര മടിയാണ്, അത്രയ്ക്ക് അഭ്യസമായിട്ടുള്ള വൃത്തികെട്ട വേർഡ്സാണ് അതിനകത്ത് പറയുന്നത്. ഒരു ഭാര്യ കേൾക്കുക, ഇത്രയും വൃത്തികേടായിട്ടുള്ള വാക്കുകൾ കേൾക്കുക. ഇത് ഞാൻ കണ്ട് തകർന്ന് അവിടെ ഇരുന്നൊരു ബ്ലേഡ് എടുത്ത് ഞാൻ കൈ ഭയങ്കരമായിട്ട് മുറിച്ചു. എനിക്ക് ജീവിക്കണ്ട, കാരണം എനിക്ക് വേറെ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആയിപ്പോയി. അങ്ങനെയാണ് എനിക്കൊന്ന് ബിഗ് ബോസിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം, എൻ്റെ കയ്യിലൊരു വലിയ പാടുണ്ടായിരുന്നു, 22 സ്റ്റിച്ചുള്ള പാടാണ്. ആ സമയത്ത് ആ ബ്ലേഡ് എടുത്ത് കീറിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞുമ്മയുടെ ഹോസ്പിറ്റലിൽ, എൻ്റെ കുഞ്ഞുമ്മ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വന്ന് സ്റ്റിച്ചിട്ട് 22 സ്റ്റിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ആള് ഭയങ്കര കരച്ചിൽ, കാല് പിടിച്ച് മാപ്പ് പറച്ചിൽ, കാര്യങ്ങളെല്ലാം വന്ന് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല വാവേ, വാവേ എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ, വാവേ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല, വാവേ എൻ്റെ കയ്യിൽ നിന്ന് തെറ്റ് പറ്റിപ്പോയി, വാവേ മറ്റേതാ മറിച്ചതാ, നീ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കാല് പിടിച്ച് കരഞ്ഞ് ഞാനത് സോൾവ് ചെയ്തു. ഓക്കെ, സമാധാനം, അതെല്ലാം കാര്യം. എനിക്ക് തോന്നുന്നു ആ പാട് ഞാൻ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാറ്റു ചെയ്തത്. നേരത്തെ ബിഗ് ബോസിൻ്റെ സമയത്ത് കറക്റ്റ് ആ പാടുണ്ടായിരുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് കാണുമ്പോൾ അറിയാം. ആ വലിയ ബിഗ് ബോസിൻ്റെ സമയത്ത് ഞാൻ കൈമുറിച്ച കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു, അത് ഞാൻ വേറൊരു വിഷയം എന്നാണ് പറഞ്ഞത്, പക്ഷെ ഇതാണ് വിഷയം. അത് കഴിഞ്ഞ് അത് ശരി കേട്ടോ, അവിടെ കേട്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് കൈമുറിച്ചൊരു വിഷയം. നമ്മൾ ഫാമിലിയായിട്ട് കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പിന്നെയും പോന്നു. 6 മാസം കഴിഞ്ഞപ്പം എറണാകുളത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നു. 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എറണാകുളത്ത് നിന്ന് വീണ്ടും വേറൊരു പെണ്ണിനെ വെച്ച് ഞാൻ പോക്കുക. ആ സമയത്ത് ആ പെണ്ണിനെ വിളിച്ച് ഞാൻ മെസ്സേജ് അയക്കുന്നു, ദേവി ചെയ്ത് നിങ്ങൾ എന്നെ ചതിക്കരുത്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആ പെണ്ണിൻ്റെ കാല് പിടിച്ചു. ആ പെണ്ണ് കുറേ ഇയാളെ പ്രായി, ഇയാളെ മക്കളെ പ്രായി, അവൾ പറയുന്നത് നിന്റെ കുടുംബം മൊത്തം നശിച്ചു പോകുമെന്ന് പറഞ്ഞു ഇയാളെ കുറേ പ്രായിയായിരുന്നു ആ പെൺകൊച്ച്. അത് കഴിഞ്ഞ് അതെല്ലാം സോൾവായി, നമ്മൾ ഫാമിലി പിന്നെയും ഹാപ്പി. ഇതേമാതിരി കുടുംബം കലക്കാൻ പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. പോകുന്നതിന് ശേഷം 6 മാസം ശേഷം നമ്മളൊരു ആ സിനിമ സെറ്റ് ഞാൻ പറയുന്നില്ല, ആ സിനിമ സെറ്റിൽ ഒരു ഇപ്പം ഫേമസ് ആയി നിൽക്കുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഒരു കോസ്റ്റ്യൂമർ ഡിസൈനറാണ്. ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, ആരെയും ഞാൻ എടുത്ത് വെളിയിലിടുന്നില്ല.
ആ ഒരു സിനിമ സെറ്റിൽ വെച്ച് പരിചയപ്പെടുന്നു, നമ്മളും കണ്ടിട്ടുണ്ട്. അവിടെ നിന്നുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ നമ്മൾക്കറിയാം. അവരെല്ലാം കൂടെ വിളിച്ചിട്ട് ഒരു ദിവസം എടുത്തോളൂ, സജന ഫിറോസിനെ ഒന്ന് ശ്രദ്ധിച്ചോണേ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കുന്നുണ്ടെന്ന്. ഞാൻ സ്റ്റക്കായി, ഞാൻ മിണ്ടയില്ല. ഞാൻ രണ്ടാമതും സ്റ്റക്കായി എനിക്ക് എന്താണെന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലാതിരിക്കാം. അങ്ങനെ അതിനെക്കുറിച്ചുള്ള സെർച്ചിങ് എടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഈ സമയത്ത് ഒരു കോള് വന്നിട്ടുണ്ടെന്ന് പറയുന്നു. ആ സമയത്തുള്ള കാര്യങ്ങൾ എടുക്കുന്നു. നമ്മൾ കൊല്ലത്തോട്ട് വരുന്നു. കൊല്ലത്ത് വരുന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു. പോയി കഴിഞ്ഞപ്പോഴും ഞാൻ ഓക്കെ കൂട്ടുകാരനെ കാണാൻ പോയില്ല. അപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും, ഞങ്ങൾ പോകുന്നിടത്ത് റേഞ്ച് ഇല്ല എന്നൊക്കെ പറയുന്നു. ആ കൂട്ടുകാരൻ എൻ്റെ ഫ്രണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ്റെ ഫോണിൽ ഞാൻ പുള്ളിക്കാരനെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിളിക്കുന്നു. പുള്ളിയുടെ ജിമ്മേറ്റ് ഫ്രണ്ടാണ്. അവരെല്ലാം പിന്നെ കാണും, അവർക്കൊക്കെ ഈ സത്യാവസ്ഥ അറിയാം. അവിടെ വെച്ച് അവർ സംസാരിക്കുമ്പം ഈ കോൾ എന്നെ ആ ഫ്രണ്ട് എൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള എൻ്റെ ആ ഫ്രണ്ട് കോസ്റ്റ്യൂമർ ഒരു പുള്ളിക്കാരി എന്നെ വിളിച്ച് പറയുന്നു, സജന ഫിറോസും ഇന്ന ആളും കൂടെ ഭയങ്കര സംസാരം, മാറി നിന്ന് ചിരിയും കളിയും ഭയങ്കര കുറച്ച് സംഭവങ്ങൾ പറയുന്നുണ്ട്. ഫിറോസ് എവിടെയാണ്, നീ ശ്രദ്ധിക്കണേന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫിറോസ്ക്കാരുടെ ഫോണിൽ അതിന് റേഞ്ച് ഇല്ലല്ലോ, ഫിറോസ്ക്കാരുടെ ഫോൺ അതിന് സ്വിച്ച് ഓഫ് അല്ലേ? എനിക്കറിയില്ല, പക്ഷെ ഫിറോസ് തന്നെയാണ് അവിടെ വിളിക്കുന്നത്. അവർ സംസാരിക്കുന്ന സംസാരങ്ങൾ ഭയങ്കരമാണ്. ഫിറോസ്ക്കാന്ന് വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നോക്കുന്നു പറഞ്ഞു. അപ്പോൾ ഉടനെ ഞാൻ അവൻ്റെ ഫ്രണ്ടിൻ്റെ ഫോണിൽ വിളിച്ചു. വിളിച്ചപ്പോൾ കോൾ വെയിറ്റിംഗ് കുറേ കാര്യങ്ങൾ വന്ന് അവിടെ നിന്ന് ഞാൻ പുള്ളിക്കാരൻ്റെ ഫോൺ ഇതാക്കുന്നു. അവനെ വിളിച്ചിരിക്കുന്ന റെക്കോർഡ് ചേർക്കുന്നു. ആ പെൺകൊച്ചിനുമായിട്ട് സംസാരിക്കുന്ന റെക്കോർഡ് എടുക്കുന്നു. അവരുമായിട്ട് സംസാരങ്ങളായി. ഞാൻ ആ പെണ്ണിനെ വിളിച്ച് വഴക്കായി. ഞാൻ ഇങ്ങനെ ലൈഫിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടായി, എൻ്റെ കൈ മുറിച്ച് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി, ഇങ്ങനെയൊക്കെ ലൈഫ് ഉണ്ടായി വന്നിരിക്കുകയാണ്, എന്നെ ദയവ് ചെയ്ത് ഇതിനകത്തുനിന്ന് എൻ്റെ ലൈഫ് നശിപ്പിക്കില്ലെന്ന് പറഞ്ഞു. ആ കൊച്ചിൻ്റെ അടുത്ത് കരഞ്ഞു. ആ കൊച്ചും പറഞ്ഞു എൻ്റെ അടുത്ത് ഒന്ന് സോറി ഇത്താ, ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു. ആ കൊച്ചും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അത് വിട്ടു. അന്നും ഇതുപോലെ ഞാൻ സൂയിസൈഡിന് വേണ്ടി നോക്കി. കാരണം ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് വേറൊരു മാർഗ്ഗമില്ല. കാരണം ആദ്യത്തെ ഒരു ലൈഫ് അങ്ങനെയായി, അതിനകത്തൊരു കുഞ്ഞ്, രണ്ടാമത്തെ ലൈഫ് ഇങ്ങനെയായി, അതിനകത്ത് ഒരു കൈക്കുഞ്ഞായി. എനിക്ക് എന്ത് ചെയ്യുമെന്നൊരു സോറി, ചെറിയൊരു ഇഷ്യൂ വന്നു, ഡിസ്കണക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ, അത് ഒരു ഫസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുള്ള, ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ള വീഡിയോ. അതിനുശേഷം വീണ്ടും ഇപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ സജ്നയുടെ അടുത്ത ഒരു വീഡിയോ കൂടി വന്നിട്ടുണ്ട്. വളരെ വളരെ കഷ്ടം തോന്നുക ആ വീഡിയോ കാണുന്ന സമയത്ത്. സത്യം പറയാലോ, അതിനോടൊരു സഹതാപവും പാവവും തോന്നി. ഇതെന്താ വെച്ചാൽ ഇവർ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് ഈ പുതിയ റസൂൽ പൂക്കുട്ടിയുടെ റിലേഷൻഷിപ്പ് കാരണമാണ് ഇവർ പിരിഞ്ഞത് എന്നാണല്ലോ പറഞ്ഞുണ്ടാക്കുന്നത്. ഒരുപാട് സൈബർ അറ്റാക്സ് അവർ നേരിടുന്നുണ്ട്. അവർ ആ ഒരു കാരണം കൊണ്ടല്ല, അതായത് അവർ രണ്ടുപേരും കൂടി മ്യൂച്വലി തീരുമാനിച്ചിട്ടാണ്. ഇവൻ ഡിവോഴ്സ് പോലും കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ആ കുട്ടികളുടെ നാളെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ വിഷയങ്ങൾ വരുന്ന സമയത്ത് കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യപ്പെടുന്നത്. കുട്ടികൾക്കൊരു പ്രശ്നം വരരുത് എന്നുള്ള കണ്ടീഷനിലാണ് അവർ ഈ കാര്യങ്ങളൊന്നും പുറത്ത് പറയാതിരിക്കുന്നതും. പിന്നീട് ആണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഫസ്റ്റ് ഇവൻ വിവാഹം കഴിച്ചിട്ടുള്ള ആ ഒരു സ്ത്രീക്ക് പോലും ഇവൻ ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. അവരുടെ 200 പവനോളം വാങ്ങിച്ചു വെച്ച് ആ കാശ് കൊണ്ടാണ് ആഡംബരമായിട്ട് ജീവിതം നയിച്ചിരുന്നത്. എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഫിറോസ് ഖാൻ എന്നുള്ളതാണ് സജ്നയുടെ ഈ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ വീഡിയോയിലുള്ള റെലവൻറ്റ് പോർഷൻ ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കാം. ഭയങ്കര ഒരു വല്ലാത്തൊരു ലൈഫ്, സീരിയസ്ലി. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോ കാണുമ്പോൾ നമ്മൾ പറയില്ലേ മിന്നുന്നതെല്ലാം പൊന്നല്ല, ഇവർ മിന്നിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്താണ്, ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ കാണുന്ന സമയത്ത് ഒരു കപ്പിൾ, ഐഡിയൽ കപ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പല മീഡിയയുടെ മുന്നിലും വന്നിട്ടുണ്ട്. ബിഗ് ബോസിലും ഇവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊന്നും ഈ ലേഡി പുറത്ത് പറയാതിരുന്നത് കുട്ടികളെ ബാധിക്കും. അതാണ് അവർ പറയുന്നത്, കുട്ടികളെ ബാധിക്കേണ്ട എന്നുള്ള കണ്ടീഷനാണ്. എല്ലാ സംഭവം അളിയൻ എടുത്ത് പുറത്തിട്ടുണ്ട്. എന്നിട്ട് കർമ്മ കുർമ്മ. മാത്രമല്ല ഈ ഫസ്റ്റ് ലേഡി ഒരു പുറത്ത് പറയാതിരിക്കുന്നത്, ഇവൻ മീഡിയ പേഴ്സൺ ആയതുകൊണ്ടും ഇവന് സംസാരിക്കാൻ അറിയുന്നതുകൊണ്ടും ഇവന് ഈ രീതിയിലുള്ള ക്യാരക്ടർ ആയതുകൊണ്ടും ഇവൻ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുക, ജീവിതം നശിപ്പിക്കുക എന്നുള്ളത് അറിയാത്തതുകൊണ്ടും, പ്ലസ് ഹി ഹസ് ഗോട്ട് ലോട്ട് ഓഫ് കോൺടാക്ട്സ്. ഇവന് ഒരുപാട് കോൺടാക്ട്സ് ഉണ്ട്, ഒരുപാട് മേഖലയിൽ കണക്ഷൻസ് ഉണ്ട്. ഈ സ്ത്രീയെക്കുറിച്ച്, സജ്നയെക്കുറിച്ച് വളരെ മോശമായിട്ട് പല ആൾക്കാരോടും പറഞ്ഞ് ഉണ്ടാക്കുന്നൊരു സ്വഭാവം കൂടി ഉണ്ട്. സംശയം, അതായത് ഇവൻ ഇങ്ങനത്തെ പരിപാടികൾ കാണിച്ചിട്ട് തിരിച്ച് ഇവൻ അങ്ങോട്ട് സംശയിക്കുന്നു. ഇവൻ ഈ രീതിയിലുള്ള ആളാണ്, എന്നിട്ട് അങ്ങനെയുള്ള ടീമുണ്ടല്ലോ അല്ലേ, അങ്ങനെയായിട്ട് നടക്കുന്നതായിരിക്കും. പക്ഷേ സംശയിക്കുക തിരിച്ചാണ്. കാരണം നമ്മളെ പോലെ തന്നെയാണ് നമ്മളെ ഭാര്യയും പെരുമാറുന്നത് എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ ആക്ട് ചെയ്യുന്ന കുറേ ടീമുണ്ടല്ലോ.
അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളൊരു വ്യക്തിയാണ്. വളരെ മോശപ്പെട്ട ഒരു ക്യാരക്ടറാണെന്നുള്ളത് ഏകദേശം ഇവരുടെ വീഡിയോ കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ട്. എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ ചോദിക്കുന്നില്ല. അതിലിപ്പോൾ എന്താ അഭിപ്രായം പറയാനാണ്? പേഴ്സണൽ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഇനി ആൾക്കാർ തട്ടിക്കളിക്കും. അത് കുറേ കാലം തട്ടിക്കളിക്കും. ഇനി അവിടുന്ന് പ്രതികരണം വരും, ഇവിടുന്ന് ഒക്കെ വരും. ഡെഫിനറ്റ്ലി ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റ്സ് ഇപ്പോഴും അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ എസ്പെഷ്യലി അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അവരുടെ ഇതിനടിയിൽ വന്ന് ഞാൻ കണ്ടു. നമുക്കടുത്തൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഇതിൻ്റെ ഒരു പോർഷൻ ബാക്കി സജന പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോയുടെ പോർഷനും കൂടി. ആളുകളായിട്ട് ഞങ്ങൾ പിരിഞ്ഞ് ജീവിക്കുകയാണ് ഞങ്ങളിപ്പം. അത് പക്ഷേ പൂച്ചം സംസാരിക്കാൻ തുടങ്ങി, ആൾക്കാർ പറയാൻ തുടങ്ങി ഞങ്ങൾ ഡിവോഴ്സ് ആണെന്ന് പറയാൻ തുടങ്ങി. അത് പല വേറൊരു രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പം മീഡിയയിൽ വന്ന് പറഞ്ഞു. ഞാനാണ് ആദ്യമായിട്ടൊരു മീഡിയയിൽ വന്ന് സംസാരിക്കുന്നത്. ഈ പറയുന്ന തെറ്റ് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു കോമൺ സെൻസ് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ സമയത്ത് ഈ പറയുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ, തൊട്ടുപുറകെ ഇയാൾക്ക് അറിയാവുന്ന കാര്യമല്ലേ, ഇയാൾ വെച്ചേക്കുവോ, ഇയാൾ ഇതെല്ലാം വന്ന് വിളിച്ച് പറയത്തില്ല ഇയാള്. എനിക്ക് അങ്ങനെ ഒരു സാധനം ആ പുള്ളി എനിക്കിനി തെളിയിക്കാൻ എനിക്ക് ആകെപ്പാടെ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഞാനും പുള്ളിയായിട്ട് നമ്മളിപ്പോൾ പൊങ്ങച്ചത്തോടെ പറയും ഈ പുള്ളിക്കാരനെ ഇത്ര വർഷമായിട്ട് എനിക്ക് പരിചയമാണ്, ഇത്ര വർഷമാണ്, അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. ഞാൻ 4 വർഷമെന്നോ 5 വർഷമെന്നോ 10 വർഷമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കാം. 10 വർഷമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അത് പിടിച്ചുകൊണ്ട് ആൾക്കാരുടെ അടുത്ത് പറയല്ലേ ദേവിയത്. ഇതിനകത്ത് പറയുമ്പോൾ പേടിയാണ് സത്യം പറഞ്ഞാൽ. 4 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞു കാണുമായിരിക്കും. ആ സാധനം ഞാൻ തെളിവ് കാണിക്കാം. ഒറ്റ എന്നൊരു മൂവി സമയത്ത് ഞാൻ ഈ പറഞ്ഞ പുള്ളിയെ ഞാൻ പരിചയപ്പെടുന്നു. ആ സമയത്ത് അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ഒരു കൂട്ടുകാരി പാടിയിട്ടുണ്ടായിരുന്നു. ആ പുള്ളിക്കാരിയുടെ ഒരു ഇതിനകത്ത് ഞാൻ കൂടെ പോയ സമയത്ത് ആ സമയത്ത് പുള്ളിക്കാരനെ ഒന്ന് കണ്ടിരുന്നു. ഞാൻ സാറെന്ന് പറഞ്ഞ് ഞാൻ നിന്നിട്ടുണ്ട്. അവിടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് പുള്ളിക്കാരി പാട്ട് പറഞ്ഞ് ഞാൻ മിണ്ടിയിട്ട് പോലുമില്ല പുള്ളിക്കാരനടുത്ത്. അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നെ ആ ഒരു ക്യാരക്ടറിന്, അതായത് ലാസ്റ്റ് സ്കെഡ്യൂൾ ഒരു ആ സിനിമ കാണുന്നവർക്കറിയാം, അവസാന സീനിൽ ഞാനൊരു ഹെയർ ഹോസ്റ്റസ് ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു അതായത് ഇൻഡിഗോടെ അല്ല, ഹെയർ ഇന്ത്യയോ ഹെയർ എക്സ്പ്രസ്സോ അതിൻ്റെ എന്താണ്ടൊരു എയർ ഹോസ്റ്റസ് ആയിട്ട് ചെയ്യാനായിരുന്നു. അപ്പം അതിന് വേണ്ടിയിട്ട് എന്നെ വിളിച്ചപ്പം എന്നെ വിളിക്കുന്നത് കോണ്ടാക്ട് ചെയ്യുന്നത് അവൾക്ക് മെസ്സേജായിട്ട് അവളുടെ കയ്യിൽ ആ സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് അവൾ നാട്ടിൽ വരട്ടെ, നാട്ടിൽ വന്ന ഉടനെ അതിൻ്റെ സ്ക്രീൻഷോട്ടും ഡേറ്റും എല്ലാം ഞാൻ കാണിച്ചു തരാം, ആ ഇയർ കാണിച്ചു തരാം. അന്നേരം പുള്ളി ചോദിക്കുന്നു ആ കൂടെ വന്ന കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടോ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുന്നു. എൻ്റെ നമ്പർ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പം ഞാൻ പറയും എടി നീ കൊടുത്ത് അയച്ചേക്ക്, നീ അയക്കും. ഞാൻ അങ്ങനെയാണ്, കാരണം ഇതിൻ്റെ സമയത്ത് ഞാൻ ഡിപ്രഷൻ അടിച്ച് കുറേ പ്രശ്നങ്ങളിൽ നിൽക്കുകയാണ് ഞാൻ. അപ്പം ഞാൻ നീ കൊടുത്തേക്കെന്ന് പറയുന്നു. അവളാണ് ഈ നമ്പർ കൊടുക്കുന്നതും. ആ സിനിമയുടെ സമയത്താണ് ഞാൻ പുള്ളിയെടുത്തൊന്ന് സാറിന് വിളിച്ച് സംസാരിക്കുന്നത്. അതിനുശേഷം ലൈഫിലുണ്ടായ പ്രശ്നങ്ങളോട് നല്ല ഫ്രണ്ട്ഷിപ്പായി. ആ സാധനമാണ് ഈ 4 വർഷം മുന്നേ 10 വർഷം മുന്നേ ഞാൻ എൻ്റെ ജീവിതം തകരാൻ ഈ പുള്ളി കാരണമാണെന്നുള്ള സാധനം സ്ക്രിപ്റ്റഡ് ഉണ്ടാക്കിയത്. എനിക്ക് വയ്യ, ദയവ് ചെയ്ത് ഈ പ്രശ്നങ്ങളും കൂടെ ആ മനുഷ്യൻ, നമ്മളൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മനുഷ്യൻ, നമ്മൾ ഒരു ബാക്ക് ബോണായിട്ട് നിൽക്കുന്ന ഒരാളിനെ വലിച്ച് കീറി കൊന്ന് ഇത്രയും ഒരു നികിഷ്ടമാക്കി വെച്ചത്, പ്ലീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയരുത്. ശരിയാ, എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞാൻ തെറ്റ് പറ്റിയിട്ടില്ലെന്ന് പറയുന്നില്ല. ഞാനും ഒരു വീഡിയോ ഒക്കെ ഇട്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടതിൽ അതിനാണ് ഇത് വിവാദമായെന്ന് പറയുന്നു. പക്ഷേ അതിനു മുന്നേ എന്നെ ഇതിങ്ങനെ ഇയാൾ പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ പീഡനം കുറേ നാൾ ഉണ്ട്, കുറേ നാൾ കൊണ്ടുണ്ട്. ഓക്കെ, അറ്റ് പ്രസന്റ് ഞാൻ ഇത്രയും സാധനം ചുരുക്കി ഞാനൊരു കംപ്ലൈൻ്റ് ആക്കി. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ വരെ ഇവൻ നല്ലതാണെങ്കിൽ ഓക്കെ, എന്നെക്കുറിച്ച് പറയാൻ ഞാൻ അങ്ങനെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ നടക്കുന്നു. ഇവൻ എനിക്ക് ഡിവോഴ്സ് തന്നിട്ടില്ലായിരുന്നു. ഇവൻ ഡിവോഴ്സ് തരാൻ വേണ്ടി തരാമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ഞാൻ പറഞ്ഞു എനിക്ക് ടോർച്ചറിങ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൊച്ചിനെ ടോർച്ചർ ചെയ്തതും എൻ്റെ ടോർച്ചർ ചെയ്യുന്നത് ഇതെല്ലാം ഞാനൊരു വീഡിയോ ആക്കി ഞാൻ പുറത്ത് പറയാൻ പോവാം. ഞാൻ പറയാത്തൊരു കാര്യം എൻ്റെ മോനെ ഓർത്ത് മാത്രം. ഇത് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ബാധിക്കും, ഈ കുഞ്ഞുങ്ങൾക്ക് ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ അയാൾക്ക്, കാരണം ഞാൻ പറയാൻ ഇയാളെ കുറിച്ചുള്ള കുറ്റങ്ങൾ ഞാൻ വെളിവന്ന് പറയാത്തത്, ഞങ്ങൾ ഈ പിരിഞ്ഞു എന്നുള്ളത് പറയാത്ത കാരണം, ഞങ്ങൾ ഇന്ന കാരണമാണെന്ന് ഞാൻ പറയാത്തൊരു കാരണം, അവനും അവൻ്റെ പപ്പായ നാളെ സ്കൂളിൽ വരുമ്പം അവൻ്റെ പപ്പ കാണാൻ വരുന്നു. അവനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എൻ്റെ കുഞ്ഞിന് പപ്പ എന്ന് പറഞ്ഞ ജീവന. അപ്പോൾ ഈ കുഞ്ഞിനെ പപ്പ കൊണ്ടാക്കാൻ പോകുമ്പോൾ എടാ നിന്റെ പപ്പ ഇന്നാണ് കല്ലേടാ എന്ന് പറയരുത് എന്ന് പറഞ്ഞ് പേടിച്ചിട്ടാണ് ഞാൻ ഇതൊന്നും വെളിയിൽ പറയാതെ ക്ഷമിച്ച് ഇത്രയുമായത്. പക്ഷേ അപ്പോഴും ഞാൻ അവൻ്റെ പപ്പ നല്ലതാണെന്ന് അറിയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ മ്യൂച്വലായിട്ട് എടുത്ത തീരുമാനമാണെന്ന് പറഞ്ഞ് ഞാൻ അതിന് സോൾവ് ചെയ്യുന്നു. കാരണം പുള്ളിക്കാരന് പറഞ്ഞേ പറ്റത്തുള്ളൂ വന്ന് ചാനലിൽ. പുള്ളിക്കാരൻ എന്തെങ്കിലും മിണ്ടിക്കാൻ ഞാൻ അപ്പം ഞാൻ ഈ കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കും. പുള്ളിക്കാരൻ അറിയാം
അല്ലാതെ സ്നേഹം കൊണ്ടോ പേടിച്ചിട്ടോ ഒന്നും അല്ല വേണം. എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും വിടുന്നില്ല ഇങ്ങോട്ടും വിടുന്നില്ല. വർക്കിന് പോകുമ്പോൾ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാര്യയുടെ നീ കിടക്കുന്ന വാക്കൊഴിക്കാതെ ഇവന് വേറൊരു വാക്കില്ല. എല്ലാവരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി, എല്ലാവരെയും വിളിച്ച് വലിയ വലിയ പ്രമുഖമായ ആൾക്കാരെ വിളിച്ച് വരെ ഇവൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. നീ അങ്ങനെയാടാ, നീ അവൻ്റെ കൂടെ കിടന്നില്ലേ, എനിക്ക് വരുന്ന വർക്ക് ഇവൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. പോട്ടെ, എല്ലാം ക്ഷമിച്ച് ഞാൻ പറഞ്ഞു എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഈ പേരും പറഞ്ഞിട്ട് അവൻ ഡിവോഴ്സ് തരാമെന്ന് പറഞ്ഞ് മ്യൂച്വൽ ഞങ്ങൾ സൈൻ ചെയ്തു. മ്യൂച്വൽ കൊണ്ട് ഞങ്ങൾ സൈൻ ചെയ്ത് മ്യൂച്വൽ എടുത്ത് ഡേറ്റുകളെടുത്ത് ഞങ്ങൾ ഒരു വക്കീൽ വെച്ചു. അവൻ പറഞ്ഞു ഒരു വക്കീലിന് അവൻ്റെ വക്കീലിന് വെക്കാൻ പറഞ്ഞു. അവൻ പറഞ്ഞു വക്കീലിന് വെക്കണ്ട, നമുക്കൊരു വക്കീലിന് മ്യൂച്വൽ അല്ലേ ഒരു വക്കീലിന് വെക്കാമെന്ന് പറഞ്ഞ് നമ്മളൊരു ഫ്രണ്ട് വഴി നമ്മൾ ആ വക്കീലിനെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് വക്കീൽ മനു എന്ന് പറഞ്ഞ വക്കീലിനെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. ആ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡേറ്റിന് വിളിച്ച സമയത്ത് ഇവൻ വന്നില്ല. അതങ്ങനെ ലാപ്സായിപ്പോയി. അവൻ മനഃപൂർവ്വം പണി തരാണ്, അതായത് നമുക്ക് ഡിവോഴ്സ് തരത്തില്ല. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് ആദ്യ ഭാര്യയെ പുള്ളിക്കാരൻ ഡിവോഴ്സ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിച്ചാണ് ഇയാൾ മാരേജ് ചെയ്തേക്കുന്നത്. അന്ന് ഞാൻ ആദ്യം പറഞ്ഞതിനകത്ത് പറയുന്നുണ്ട്, ആദ്യ സമയത്ത് ഇയാൾക്ക് ഈ മതങ്ങളെ വിശ്വാസമില്ല എന്ന് പറയുന്ന കാരണം പള്ളിയിൽ പോയി നമ്മൾ ഇത് അന്വേഷിക്കുമ്പോൾ പള്ളിയിൽ പറയും ഡിവോഴ്സ് ആയിട്ടില്ല, ഇവരുടെ ഡിവോഴ്സ് ആയതിനു ശേഷം അടുത്ത് നമുക്ക് നിക്കാതെ നടത്താമെന്ന് പറയും. അത് മറച്ചു വെച്ചിട്ടാണ് ഇവരെല്ലാം നമ്മൾ ഈ കല്യാണം എന്ന് പറഞ്ഞ ഈ രജിസ്റ്റർ മാരേജ് എന്ന് പറഞ്ഞ സാധനം ചെയ്തത്. രജിസ്റ്റർ മാരേജ് അവർ ചെയ്തിട്ടില്ലായിരിക്കാം മേ ബി, അതുകൊണ്ടായിരിക്കുമല്ലോ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തത്. ഈ സാധനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ അറിയുന്നു ഇയാൾ ആ വൈഫിന് പോലും ഡിവോഴ്സ് കൊടുത്തിട്ടില്ല. ആദ്യത്തെ വൈഫിന് 200 പവനോളം അയാളുടെ അടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അയാൾ ആഡംബര ജീവിതത്തിന് വേണ്ടി അയാളെ കല്യാണം ആഡംബരമായിട്ട് നടത്തിയത് 19 പവൻ എടുത്തിട്ട് ഇയാൾ ആ സ്വർണം കൊണ്ടുവന്ന ഉടനെ തന്നെ അടുത്ത ദിവസം വിൽക്കുന്നു. അതിന്റെ തെളിവുകളും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയും ഇതുപോലെ ഓർത്തഡോക്സ് ഒരു ഫാമിലി, ഒരു ഭയങ്കര ഒരു റെപ്യൂട്ടഡ് ഫാമിലിയിലുള്ള ഒരു പുള്ളിക്കാരിയാണ്. അവരും ഇവനെ പേടിച്ചാണ് ജീവിക്കുന്നത്. കാരണം ഇവൻ ഒരു മീഡിയയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഇവൻ എന്ത് പറയുന്നോ അവർക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല. അപ്പം മീഡിയയിൽ വന്ന് പറയുമ്പം മീഡിയയിൽ പറയുന്ന ആൾക്കാർ അതാ വിശ്വസിക്കത്തുള്ളൂ, ആൾക്കാരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അവരും പേടിച്ചാണ് ജീവിക്കുന്നത്. അവർ നമ്മൾ സംസാരിച്ചപ്പം ഏകദേശം ഞാൻ അനുഭവിച്ച അതേ പീഡനമാണ് അവരും അനുഭവിച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞിനിപ്പം 17 വയസ്സായി. ആ കുഞ്ഞിനെ പോലും ഒരു തരി സ്വർണം ഏതോ വീഡിയോയിൽ ഇട്ടെന്നുള്ളത് അറിയാം, ഏതോ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട്, ഒരു തരി സ്വർണം പോട്ടെ ഒരു തരി മുട്ടായി മേടിച്ചു കൊടുക്കട്ടെ അവന് ഒരു ചെലവിന് പോലും കൊടുത്തിട്ടില്ല. എന്നിട്ട് പോലും ഈ കാര്യങ്ങൾ വരുമ്പം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു ഡിവോഴ്സിന്റെ കാര്യങ്ങളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ലാസ്റ്റ് ഇവൻ പറയുന്നു ഈ കുഞ്ഞിനെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ മൈൻഡ് വേറെ ഇങ്ങോട്ട് പോയി, അതുകൊണ്ടാണ് സോറി. അപ്പം ഈ ലാസ്റ്റ് ഇവരും പറയുന്നു ഈ ഡിവോഴ്സ് ചെയ്തിട്ടില്ല എന്ന്. അപ്പം എൻ്റെ മാരേജ് ഇല്ലീഗലാണ് അന്നേരം. ഇവൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇല്ലീഗൽ, എന്നെ കഴിച്ചേക്കുന്ന ഇല്ലീഗൽ മാരേജാണ്. അപ്പം ഇവൻ ഇത്രയും ദ്രോഹം ചെയ്ത പോരെ. പിന്നെ ഈ പ്രശ്നങ്ങൾ തുടങ്ങാൻ കാരണം ഒരു 5 സെന്റ് സ്ഥലം വീടും എനിക്കുണ്ട്. ആ വസ്തു ഞാൻ അവന്റെ പേരിലോട്ട് എഴുതി കൊടുത്താൽ അവൻ എനിക്ക് ഡിവോഴ്സ് തരാമെന്നാണ് പറയുന്നത്. ഇത് ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അടിച്ചു പൊളിക്കാനും ഇതൊന്നും ചെയ്യാനും പറ്റത്തില്ല. ഇപ്പം ജപ്തിയായി കിടക്കുകയാണത്. എൻ്റെ പേരിലാണ് ലോൺ എടുക്കുന്നത്, എൻ്റെ പേരിലേക്ക് ആ വീടിന് 15 ലക്ഷം രൂപയ്ക്ക് ഒരു ലോൺ എടുത്തിട്ടുണ്ട്. അത് ലാപ്സായി കിടന്നത് എൻ്റെ ലാസ്റ്റ് അതും ജപ്തിയുടെ ഘട്ടത്തിൽ. എനിക്കൊരു ക്രെഡിറ്റ് കാർഡ് അതെൻ്റെ തലയിലൊക്കെ ഇവനൊരു ബുള്ളറ്റ് ഞാൻ ഒരു ഗിഫ്റ്റായിട്ട് കൊടുത്തൊരു ബുള്ളറ്റ് ഉണ്ട്, അതിനും മാസം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യത്തെ എമൗണ്ട് വെച്ചിട്ട് അവന് ഗിഫ്റ്റ് കൊടുക്കുന്നത്. അതും എൻ്റെ തലയിലായി സിവിൽ സ്കോർ വെച്ചിട്ട് എൻ്റെ മൊത്തം എനിക്കിപ്പോൾ ഒരു ലോൺ പോലും എനിക്കൊരു പേഴ്സണൽ ലോൺ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കുരുക്കിയിട്ടേക്കവൻ. ഇതെല്ലാം ചെയ്ത് ഞാൻ അങ്ങേയറ്റം ഞാൻ നിൽക്കുക. ഇനി എനിക്ക് പറ്റില്ല, എന്നെ ഇത്രയും ഞാൻ സഹിച്ച് ഇവിടം വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ, എന്നെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിച്ചാണ്. ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ പോലും ഇനി ഒരു പക്ഷെ ഞാൻ ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് നോക്കേണ്ടത് ഞാനാണ്, ഈ 2 കുഞ്ഞുങ്ങളെ നോക്കേണ്ടത്. നാളെ ഒരു കാലത്ത് എൻ്റെ കുഞ്ഞുങ്ങളെ പോകുമ്പോൾ നിന്റെ ഉമ്മ ഇങ്ങനെ ചെയ്തില്ലേ മറ്റേതായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നാണക്കേട്. എൻ്റെ മോൻ വിളിച്ചിരുന്നില്ല പറഞ്ഞു, പപ്പ ഉമ്മയുടെ വീഡിയോ ഇങ്ങനെയുള്ള പപ്പ വീഡിയോകളൊന്നും ഇടല്ലേ, എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പപ്പാടോട് മിണ്ടത്തില്ല. ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എൻ്റെ കുഞ്ഞിൻ്റെ ഫോട്ടോ എനിക്ക് ഇടാൻ പറ്റുന്നില്ല. ആ കുഞ്ഞൊരു റൈറ്റ് ചെയ്തിട്ട് ഒരു സാധനം ഞാൻ ഇട്ട് കൊടുത്തു. കാരണം ഇവൻ എന്നിട്ട് ആ കുഞ്ഞ് പോലും പറയുന്നത്, എന്നിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ മോൻ പറയുന്നത്, പപ്പ ഞാൻ ഇനി 5ാം ക്ലാസ്സിലായി, എന്നെ എല്ലാവരും കൂടെ കളിയാക്കും, പപ്പ ഒന്നും ഇങ്ങനെ പറയല്ലേ, ഉമ്മി പപ്പായെ സപ്പോർട്ട് ചെയ്തല്ലേ വീഡിയോ ഇട്ടത്, ഉമ്മിക്ക് വേണമെങ്കിൽ പപ്പ എന്ത് വേണമെങ്കിൽ ഇത്തിരി കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ പറയാമല്ലോ എന്ന് എൻ്റെ കുഞ്ഞ് ചോദിച്ചു. എന്നിട്ട് പോലും ഇവൻ വീണ്ടും ഈ ആക്ഷൻ വീഡിയോ കാണിച്ചു. ആക്ഷൻ വീഡിയോ ആർക്കും കാണിക്കാം ഫിറോസ് ഖാനെ? ഞാൻ ആക്ഷൻ അല്ല കാണിച്ചത്, ഞാൻ നിയമത്തിനാണോ പോയിരിക്കുന്നത്? എൻ്റെ കയ്യിൽ തെറ്റുണ്ടെങ്കിൽ ഞാൻ നിയമത്തിനോട് പോകത്തില്ല. എൻ്റെ തെറ്റുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ ഇതുപോലൊരു കാര്യത്തിൽ എടുത്തില്ല.
ഇനി എന്തോ ആയിക്കോട്ടെ, ഇയാൾ ആദ്യത്തെ ഭാര്യയെ വിളിച്ചിട്ട് ഇന്നലെ പുള്ളിക്കാരിയെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഏതോ ഒരു വീഡിയോ വന്നു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറയൂടി, ഞാൻ അങ്ങനെ പറയൂടി, നീ അങ്ങനെ ചെയ്തു എന്ന് പറയൂടി, നീ ഏതവനോടെ പോയി എന്ന് പറയൂടി. ഇതേ സംഭാഷണം തന്നെയാണ് ഞങ്ങൾ എല്ലാവരും ഇട്ട് ഇയാൾ ഒരുമാതിരി വൃത്തികെട്ട രീതി. അവർക്ക് പേടിയാണ്, കാരണം മീഡിയയിൽ വന്ന് ഇയാൾ പറയുമ്പം ആൾക്കാർ അതേ വിശ്വസിക്കത്തുള്ളൂ. അവർക്ക് മീഡിയയിൽ വന്ന് മീഡിയ പേഴ്സണായിട്ട് വന്ന് സംസാരിക്കാൻ അവരുടെ ഫാമിലി അങ്ങനെയാണ്. അവർ അത്രയും റിപ്പോർട്ടർ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് അത് പറയാൻ പറ്റുന്നില്ല. അവർക്ക് 200 150 പവൻ അവർക്ക് മിസ്സായിട്ടും അവർ സഹിയായിട്ട് നിൽക്കുക. കുഞ്ഞിന് പോലും ഒരു ചെലവിന് കൊടുക്കുന്നില്ല. ഇത്രയും ചെയ്തിട്ട് പോലും ഞങ്ങൾ 2 പെണ്ണുങ്ങൾ ഇതിനകത്ത് കടന്ന് പീഡനപ്പെട്ടുകൊണ്ടിരിക്കുക. ഇയാളുടെ കണ്ണിൽ ഞങ്ങൾ വെറും വേഷ്ടികളാണ്, ഞങ്ങൾ വെറും പന്നലുകളാണ്, ഞങ്ങൾ വെറും തെണ്ടികളാണ്. പക്ഷെ ഈ തെണ്ടികളാണല്ലോ 2 കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കുന്നത്. ഞങ്ങൾ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്, ഞങ്ങൾ അധ്വാനിച്ചാണ് നോക്കുന്നത്. ഈ ഞങ്ങളെ കിടന്ന് എന്തിനാണ് ഈ തെണ്ടി ഇങ്ങനെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സഖി കേട്ടിട്ടാണ് ഞാൻ ഇതെല്ലാം പറഞ്ഞു പോകുന്നത്. എനിക്ക് വയ്യ. അത് കഴിഞ്ഞിട്ടാണ് തീവ്രമായിട്ടാണ് ഓരോ കാര്യവും, ഇവന്റെ കാര്യങ്ങൾ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. എന്റെ ലൈഫിൽ നിന്ന് എഴുതിവിട്ട ഞാൻ ഇവനെ ഞാൻ ഇതാക്കണം? എന്റെ ലൈഫിൽ ഒരാൾ വന്നിട്ടുണ്ടോ, വന്നിട്ടില്ലയോ, ഇനി ആര് വരുന്നോ, ഇവൻ എന്തിനറിയണം? ഇവൻ കാണിച്ചു കൂട്ടുന്ന പ്രോകൃതം ഞാൻ അതും കൂടെ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു കാര്യം വിവരം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഞാൻ വിളിച്ചു തിരക്കിയിട്ടുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമമെന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറേ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി, എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. പക്ഷെ ലീഗലി ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. ആ കുഞ്ഞിന്റെ പേര് വെളിയിൽ വരാതെ ഈ ഒരു കാര്യം ഞാനതൊരു ഇതിനകത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കുഞ്ഞിന്റെ കാര്യം തിരക്കി കണ്ട് ലീഗലി ഇവന്റെ വെളിയിൽ ഒരു മൈനർ കേസിനെ ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കാര്യം വെളിയിൽ വരണം. ഇനി എനിക്ക് നാണക്കേട്, എനിക്കും എൻ്റെ കുഞ്ഞിനെ നാണക്കേട് നോക്കിയിട്ട് കാര്യമില്ല. അതും ഞാൻ ലീഗലി കൊടുത്തിട്ടുണ്ട്. അത് മൂവ് ചെയ്യട്ടെ. അത് സത്യാവസ്ഥ എന്താണെന്ന് ഈ ലോകം അറിയട്ടെ. ഇവന്റെ തെണ്ടിത്തരം വെളിയിൽ അറിയണം. അതുപോലെ തന്നെ ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ഇവന്റെ കൂടെ ബാംഗ്ലൂര് ഇവൻ കഞ്ചാവ് അടിച്ച് നടന്ന് ആ പെൺകുട്ടിയും കൂടെ കഞ്ചാവ് അടിച്ച് ഇവൻ ഭയങ്കര ആർമാദിച്ച് അങ്ങനെ ഭയങ്കര രീതിയിൽ ഒരു ഹോട്ടൽ റൂം എടുത്ത് അവളെ യൂസ് ചെയ്തൊരു കാര്യമുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ ആ പുള്ളിക്കാരിയുടെ ഡീറ്റെയിൽ ഇപ്പം പറയാതെ, ഞാൻ പുള്ളിക്കാരിയോട് സംസാരിക്കണം, എനിക്ക് ഡീറ്റെയിൽ വേണം, ഞാൻ കാര്യങ്ങൾ പറയാം. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരി മാപ്പെന്ന് പറയട്ടെ. അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ ആ പുള്ളിക്കാരി ആരാണെന്നും ആ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് എന്നറിഞ്ഞ ആരാണെന്നും ഞാൻ ഇനിയും പറയും. അത് ആ പുള്ളിക്കാരിയും കൂടെ ഞാൻ വെളിയിലെടുത്തിട്ടുണ്ട് ഏത് വരും. അതേപോലെ തന്നെ ഒരു ആയുർവേദ ഡോക്ടറുകാരിയെ വിളിച്ചിട്ട് ഈ കൊച്ചിനെ ഇതേപോലെ മാരേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇത് ചെയ്യുന്നത്. മാരേജ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഫിസിക്കൽ യൂസ് ചെയ്തതിന് ശേഷം അയാൾ തലയിലായെന്നറിയുമ്പം ഇയാൾ നൈസിനെ അവരെയും തേച്ചു. അവരും മാനസികമായിട്ട് ഇപ്പം ദുബായിലെന്താണ്ട. അത് കഴിഞ്ഞ് വേറൊരു പുള്ളിക്കാരി, അങ്ങനെ കുറെ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ഷിയാസിന്റെ ഒരു കേസിൽ ഒരു സംഭവം നടക്കുന്നുണ്ടായിരുന്നല്ലോ ഒരു പുള്ളിക്കാരിയുടെ. ആ പുള്ളിക്കാരിയായിട്ട് ഇയാളും ഭയങ്കര അഫെയർ ആയിരുന്നു. അതും ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്, ആ കഥയിലുള്ളതാണ് തന്നെയാണ്. ആ പുള്ളിക്കാരിയും ഇതുപോലെ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കിൻഡിൽ പെണ്ണുങ്ങളുമായിട്ട് ഇയാള് ഫിസിക്കൽ റിലേഷൻഷിപ്പിലായി. അയാള് ചതിച്ചു പോയ ആഫ്റ്റർ ഞങ്ങള് മാറി നിന്നതിന് ശേഷം ഇപ്പം വരെ ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല. ഡിവോഴ്സ് ആവാനുള്ള കാരണം ഇയാൾ എനിക്ക് ഡിവോഴ്സ് തരുന്നതുമില്ല. ഇപ്പോൾ ഇല്ലീഗൽ മാരേജ് ആണ് ഇയാൾ എന്നെ ചെയ്തേക്കുന്നത്. അതെല്ലാം നിയമങ്ങളായിട്ട് നടക്കട്ടെ ഈ കാര്യങ്ങളെല്ലാം. അപ്പം ഇതുവരെ നടന്ന കാര്യങ്ങൾ, ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ വരുന്നുണ്ട്. ഇയാൾ പല ആൾക്കാരെയും വിളിച്ച് പൈസ ചോദിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അപ്പം ഭീഷണിയാണ് ഇയാളുള്ളത്. ഇയാൾക്ക് പണത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതേപോലെ തന്നെ ഇയാളുടെ കൂടെ നിൽക്കുന്ന ഒരു മീഡിയക്കാരനാണ്. ആ മീഡിയക്കാരന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല, എന്റെ ഇത് വെച്ചിട്ടാണ് ഞാൻ പറയാത്തത്. അയാളുമായിട്ട് ഒരു 6-7 മാസം മുന്നേ ഇത് വെൽ പ്ലാൻഡ് ആണ്. ഇങ്ങനൊരു സംഭവം ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കണം, ഇവരുടെ ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാകും, ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കും, ആ സമയത്ത് ഈ സാധനങ്ങൾ ചെയ്യും. ഇവരുടെ കൂടെ നിന്ന ഒരു സുഹൃത്ത് തന്നെയാണ് നമുക്കിതെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നത്. തെളിവ് സഹിതമാണ് നമുക്കിതെല്ലാം കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും എന്നെക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് പോയതിനു ശേഷം ഉണ്ടായതൊന്നും എനിക്കൊന്നും പ്രശ്നമില്ല. കാരണം അതിനു മുന്നേ എനിക്ക് ഫിറോസിനെ അറിയാം, എന്താണെന്നും എനിക്കറിയാം. അത് എനിക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ ഇങ്ങോട്ട് കയറി